ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയുടെ യൂണിറ്റ് 1 ആണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്, ജെൻഡർ റോൾ ഇൻ ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചർ, പാട്രിയാർക്കി ആൻഡ് ജെൻഡർ, status of women in different ages, ancient, medieval and colonial, gender sensitivity, gender stereotyping, feminist perspectives ആയിട്ടുള്ള റാഡിക്കൽ ആൻഡ് ലിബറൽ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റർ. ചാപ്റ്റർ 1 ജെൻഡറും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും ആണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് ജെൻഡർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് that came into existence during the early 1970s. അതായത് 1970s തുടക്കത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത്. വന്ന സമയത്ത് ഇതൊരു അനലിറ്റിക്കൽ കാറ്റഗറി ആയിരുന്നു. അനലിറ്റിക്കൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് സോഷ്യൽ സയൻസസിലാണ് വന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബയോളജിക്കൽ ഡിഫറൻസസ്, അതിനെയാണ് സെക്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, അതിനാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സർട്ടൈൻ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചില ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ബിഹേവിയേഴ്സിനെ നമ്മൾ സോഷ്യലി ലേബൽ ചെയ്യുന്നത് ചില ആളുകളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ബിഹേവിയേഴ്സിനും ആറ്റിറ്റ്യൂഡ്സിനൊക്കെ നമ്മൾ ലേബൽ ചെയ്യുന്ന ഒന്ന് മസ്കുലിൻ എന്ന് പറഞ്ഞിട്ടും മറ്റൊന്ന് ഫെമിനിൻ എന്ന് പറഞ്ഞിട്ടും. ഇപ്പോൾ ചിലപ്പോൾ വാട്ട് ഈസ് മസ്കുലിൻ ഓർ ഫെമിനിൻ എന്നുള്ള ക്വസ്റ്റനൊക്കെ ഒരു മാർക്കിന് വരാം. So it was believed that biological differences automatically determine social roles. മുമ്പ് നമ്മൾ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ സെക്സ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ആ ഡിഫറൻസസ് തന്നെയാണ് അവരുടെ സോഷ്യൽ റോൾസിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഒരു ബിലീഫിനെ തന്നെയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇറ്റ് ഷോഡ് ദാറ്റ് there are many differences between men and women and that are actually socially created and maintained. അതായത് നമ്മൾ ഈ പറയുന്ന ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് പുരുഷനും സ്ത്രീകളും തമ്മിലുള്ളത്, അത് സോഷ്യലി ക്രിയേറ്റ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മറ്റൊരു കാര്യം കൂടെ റിവീൽ ചെയ്തു, അതായത് എങ്ങനെയാണ് ഇത്തരം ബിലീഫ്സ് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ പുരുഷന് സ്ത്രീക്ക് മേൽ അല്ലെങ്കിൽ സ്ത്രീയേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പവർ കിട്ടുന്നത്. അപ്പോൾ ഈ ജെൻഡർ സ്റ്റഡീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെ ഈ ഒരു അവയർനെസ് among women about their roles, rights and inequalities in society അതിനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു എമേർജിങ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡാണ്. ഇത് സോഷ്യൽ സയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ജെൻഡർ റോൾസ്, ജെൻഡർ റിലേഷൻസ് ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റിയിലാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഈ ജെൻഡർ ഡിഫറൻസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ജെൻഡർ സ്റ്റഡീസിൽ പഠിക്കുന്ന ഒരു കാര്യം. ജെൻഡർ സ്റ്റഡീസ് എഡ്യൂക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കരിക്കുലം ഡിസൈനിങ്ങിലും ടീച്ചിങ് പ്രാക്ടീസസിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് വാല്യൂസ് ഓഫ് ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ ജെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഇഷ്യൂസും ലൈക്ക് ഡിസ്ക്രിമിനേഷൻ, ഒപ്രഷൻ ആൻഡ് പവർ റിലേഷനൊക്കെ അത് അനലൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ദ നേച്ചർ ഓഫ് ജെൻഡർ. അപ്പോൾ നമ്മൾ ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഇതിന് പല രീതിയിലാണ് പല സൊസൈറ്റീസിലും കൾച്ചേഴ്സിലും അതുപോലെ തന്നെ പല ഹിസ്റ്റോറിക്കൽ പീരീഡ്സിലും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാട്ട് ഈസ് കൺസിഡേർഡ് മസ്കുലിൻ ഓർ ഫെമിനിൻ ആൻഡ് വൺ കൾച്ചർ മേ ബി ഡിഫറെൻറ്റ് ഇൻ അനദർ. ഇപ്പോൾ ഒരു ഇന്ത്യൻ കൾച്ചറിൽ മസ്കുലിൻ ആണ് ഫെമിനിൻ ആണ് എന്ന് പറയുന്നത് മേ ബി ഒരു ആഫ്രിക്കൻ കൾച്ചറിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല, അവിടെ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ജെൻഡർ റോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ദ സ്റ്റഡി ഓഫ് ജെൻഡർ ആസ് എ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് കംപ്ലീറ്റ്ലി മോഡേൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ സോഷ്യോളജി സ്റ്റഡീസ് ഹൗ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യോളജി പഠിക്കുന്നത് എങ്ങനെയാണ് ഒരാളുടെ ബിഹേവിയർ, ഒരു ഹ്യൂമൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ജെൻഡറും വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷനൊക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ. ഇനി ജെൻഡർ ഇൻ സോഷ്യോളജി നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ റിസർച്ചിൽ പറയുന്നത്
ജെൻഡർ എല്ലാ തരത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസിനെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജെൻഡറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്സ് ഒരുപാട് ചേഞ്ചസ്, അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരുപാട് മേജർ ചേഞ്ചസ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് തിയറീസിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് അത് ലീഡ് ചെയ്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് തിയറീസ് ഫോക്കസ് ചെയ്യുന്നത് വുമൻസ് ഇഷ്യൂസ് ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റിയിലാണ്. ഇപ്പോൾ ജെൻഡർ പല ന്യൂ ഏരിയാസ് ഓഫ് സ്റ്റഡീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് വുമൻ സ്റ്റഡീസ്, മെൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ആസ് എ സബ്ജക്റ്റ് or ആസ് എ ടോപ്പിക് ഇറ്റ്സ് കൺസിഡർ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അതിലൊരു ഡിസിപ്ലിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടല്ല, പല ഡിസിപ്ലിൻസും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യോളജി അതിൽ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ബയോളജി ആൻഡ് ആന്ത്രോപോളജി. ഇനി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജെൻഡർ? ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ അത് റെഫർ ചെയ്യുന്നത് സോഷ്യൽ ഡിഫറൻസസ് ആൻഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആണ്. ഈ ഡിഫറൻസുകൾ, ഈ വ്യത്യാസങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ ഒരിക്കലും നാച്ചുറൽ അല്ല. അത് ലേൺ ചെയ്യുന്നത് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൊസൈറ്റീസ്, കൾച്ചേഴ്സ് ആൻഡ് ടൈം പീരീഡ്സിൽ ഡിഫറെൻ്റ് ആണ്. ജെൻഡറും സെക്സും നമ്മൾ ഒരിക്കലും ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ്. കാരണം ഇത് രണ്ടും ടു ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ ഡിഫറൻസസ് ആൻഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആണെങ്കിൽ, സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസുകളെയാണ് കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജെൻഡർ നമ്മൾ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നീഡ്സ് ഓഫ് മെൻ ആൻഡ് വുമണിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞാൽ ഇത് ലേൺഡ് ബിഹേവിയേഴ്സ് ആണ്. അത് ഇൻഡിവിജ്വൽസ് അഡോപ്റ്റ് ചെയ്യാണ്, ഒരു സമൂഹത്തിൽ നിന്നും അവരത് അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് വിത്തിൻ എ സൊസൈറ്റി ഓർ ഗ്രൂപ്പ്. ഇപ്പോൾ സൊസൈറ്റി ചില ടാസ്കുകളും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ബേസ്ഡ് ഓൺ ജെൻഡർ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഏജ്, ക്ലാസ്, റേസ്, എത്തനിസിറ്റി, റിലീജിയൻ ആൻഡ് എൻവയോൺമെൻറ്റ്. അടുത്ത ടോപ്പിക്കാണ് 3 ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ. ഇത് ചിലപ്പോൾ 2 മാർക്സിനോ 4 മാർക്സിനോ ഒക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 3 ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ജെൻഡർ ഇസ് നോട്ട് വാല്യൂ ന്യൂട്രൽ. ജെൻഡർ ഒരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള ഒന്നല്ല. കാരണം ഇവിടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ന്യൂട്രൽ ആണ്, അത് ആരെയും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ജെൻഡറിനെ ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ മെൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന 2 ജെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരിക്കലും ന്യൂട്രൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് സൊസൈറ്റീസിലും മെയിൽ റോൾസ് ആൻഡ് റൈറ്റ്സിനാണ് കൂടുതൽ വാല്യൂ ദാൻ ദ ഫീമെയിൽ റോൾസ്. ഈ ഒരു അൺഈക്വൽ വാല്യുവേഷനാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇൻഈക്വാലിറ്റിയും സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ്, ജെൻഡർ ഇൻവോൾവ്സ് പവർ റിലേഷൻസ്. അതായത് ജെൻഡർ ഡിഫറൻസസ് എന്ന് പറയുന്നത് പവർ ടു ആൻഡ് പവർ ഓവർ എന്നുള്ള 2 കോൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് പവർ ടു എന്ന് പറഞ്ഞാൽ ഹാവിങ് ആക്സസ് ടു റിസോഴ്സസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു പർട്ടിക്കുലർ ജെൻഡറിന് എന്തുണ്ട്, അവർക്ക് കൂടുതൽ ആക്സസ് ഉണ്ട്, എന്തിന്, റിസോഴ്സസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പവർ ഓവർ മീൻസ് ഹാവിങ് കൺട്രോൾ ഓവർ അതേഴ്സ്, ഡിസിഷൻസ് ആൻഡ് റിസോഴ്സസ്. ഒരു മറ്റുള്ളവരുടെ മേൽ ഒരു കൺട്രോൾ ഉണ്ട്, അവരുടെ ഡിസിഷൻസ്, റിസോഴ്സസിന് മേലൊരു കൺട്രോളും ഉണ്ട്. പവർ ടു എന്ന് പറഞ്ഞാൽ ഒരു ആക്സസും ഉണ്ട്. അപ്പോൾ ഈ പവർ റിലേഷൻസ് ആണ് നമ്മൾ ഒരു ഫാമിലിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജനറലി നമുക്കറിയാം അല്ലെ, ആർക്കാണ് ഈ പവർ ടുവും പവർ ഓവറും ഉള്ളത്? മെൻ ഹാവ് മോർ പവർ ആൻഡ് കൺട്രോൾ ദാൻ വുമൺ ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. നെക്സ്റ്റ് വൺ ഈസ് ജെൻഡർ ഈസ് നോട്ട് സ്റ്റാറ്റിക്. ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്, ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്. അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓവർ ടൈം ചേഞ്ച് ചെയ്യും, ക്രോസ് കൾച്ചേഴ്സ് ചേഞ്ച് ചെയ്യും, വിത്ത് സോഷ്യൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതായത് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സെക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ അത് പറഞ്ഞു, ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സൺ ആണ്. അതിൽ ക്രോമസോംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തമ്മിലുള്ള ഡിഫറൻസ് 1 മാർക്ക് or 2 മാർക്സിന് ചോദിക്കാം. വിച്ച് ആർ നാച്ചുറലി പ്രസന്റ് ഫ്രം ബർത്ത്. ഈ ബയോളജിക്കൽ ഫീച്ചേഴ്സ് യൂണിവേഴ്സൽ ആണ്. ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ സ്ത്രീ ഓർ പുരുഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെന്താണ്?
സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് സൊസൈറ്റി അസൈൻസ് ടു ഇൻഡിവിജ്വൽ. നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു സൊസൈറ്റി ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ജെൻഡർ എന്ന് പറയാം. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ എന്തൊക്കെയുണ്ട്? ബിഹേവിയേഴ്സ് ഉണ്ട്, റോൾസ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. വിച്ച് ആർ അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. ഏതാണ് ഒരു ഗ്രൂപ്പിന്, മെന്നിന് ഏതാണ് അപ്രോപ്രിയേറ്റ്, വുമണിന് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സമൂഹം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെക്സ് ഒരാളുടെ ബയോളജിക്കൽ ഐഡന്റിറ്റി, വെദർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ ജെൻഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത് സോഷ്യൽ ഐഡന്റിറ്റിയാണ്, വിച്ച് മീൻസ് മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്നുള്ളതാണ്. Therefore, sex is biological, but gender is socially constructed and culturally influenced. Next topic ഇതിൽ വരുന്നത് nature of sex and gender. Sex is considered as an ascribed status, meaning a person is born with it and it is not chosen. അതായത് ഇപ്പം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഓർഗൻസ് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് വെച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒന്നല്ല, നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, സച്ച് ആസ് ക്രോമസോംസ്. XX ആണെങ്കിൽ നമ്മൾ ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ മെയിൽ ആയിരിക്കും. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു അച്ചീവ്ഡ് സ്റ്റേറ്റസ് ആണ്. കാരണം അത് നമ്മൾ ലേൺ ചെയ്യുന്ന ഒന്നാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ് ത്രൂ സോഷ്യലൈസേഷൻ പ്രോസസ്. ഫ്രം ചൈൽഡ്ഹുഡ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജെൻഡർ റോൾസ് ലേൺ ചെയ്യുന്നുണ്ട് ത്രൂ ഫാമിലി, സ്കൂൾ, മീഡിയ ആൻഡ് സൊസൈറ്റി. അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പേഴ്സൺസ് ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ. അത് ഡെവലപ്പ് ചെയ്യാണ് ഓവർ ടൈം. അപ്പൊ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ഇൻഡിവിജ്വൽസ് പെർസീവ് ദംസെൽസ്. ഇറ്റ് മേ ഇൻക്ലൂഡ് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി. അതായത് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഐ ക്യാൻ സീ മൈസെൽഫ് ആസ് എ മെയിൽ, ആസ് എ ഫീമെയിൽ ഓർ ആസ് എ ട്രാൻസ്ജെൻഡർ. ദാറ്റ്സ് ടോട്ടലി അപ് ടു മീ. അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ എന്നെ എങ്ങനെയായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒരു ജെൻഡർ ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റിസർച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം 50 ഡിഫറെൻറ്റ് ജെൻഡർ കാറ്റഗറീസ് ഉണ്ട്. ഏകദേശം 50ഓളം ജെൻഡർ കാറ്റഗറീസ് ഉണ്ട് ഈ ലോകത്താകമാനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൈവേഴ്സ്, ഇറ്റ്സ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ്സ് കൾച്ചറലി ഡിപ്പെൻഡൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ സെക്സും ജെൻഡറും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം, ഇറ്റ് ഓഫൺ അസ്യൂംസ് ക്ലിയർ ആൻഡ് ഫിക്സ്ഡ് ബൈനറി കാറ്റഗറീസ് സച്ച് ആസ് മെയിൽ ഓർ ഫീമെയിൽ ഓർ മസ്കുലിൻ ഓർ ഫെമിനിൻ. അതായത് സെക്സ് എന്ന് പറയുമ്പോൾ മെയിൽ ഓർ ഫീമെയിലേ ഉള്ളൂ, അല്ലെങ്കിൽ മസ്കുലിൻ ഓർ ഫെമിനിൻ ഉള്ളൂ നമുക്ക് പറയാം. പക്ഷേ ഈ അസംഷൻ എപ്പോഴും എന്താവണമെന്നില്ല, അക്യുറേറ്റ് ആവണമെന്നില്ല. കാരണം ഹ്യൂമൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആൻഡ് ഡൈവേഴ്സ് ആണ്. ചില ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ചെയ്യും അവരുടെ ഒരു ബയോളജിക്കൽ സെക്സും അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട് എന്നുള്ളത് അവർ എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഇപ്പോൾ സ്ത്രീ ആണ് സെക്സിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി ചിലപ്പോൾ ഫീമെയിൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളതില്ല. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ആണ് എന്ത് എന്ന് അറിയപ്പെടുന്നത്? ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം ഫീമെയിൽ ആയിട്ട് ജനിച്ച ഒരാൾ, അയാൾക്ക് ഒരിക്കലും ആ ഒരു സോഷ്യലി പറയുന്ന ഒരു ഫീമെയിലിന്റെ രീതികളോടോ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോടൊന്നും ഒത്തുപോകാൻ പറ്റുന്നില്ല. ആൾക്ക് കൂടുതൽ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മെയിൽ സെക്സ് ആയിട്ടുമാണെങ്കിൽ അവരൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവരൊരു ജെൻഡർ റീ അസൈൻമെന്റ് സർജറി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. അത് റെഫേഴ്സ് ടു എ പേഴ്സൺസ് ഇമോഷണൽ ഓർ ഫിസിക്കൽ അട്രാക്ഷൻ ടുവാർഡ് ദ സെയിം സെക്സ് ഓർ ഓപ്പോസിറ്റ് സെക്സ്. ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഇമോഷണലി ഫിസിക്കലി ഏത് സെക്സിനോടാണ് അട്രാക്റ്റഡ് ആയിരിക്കുന്നത്? ചിലപ്പോൾ അത് സെയിം സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കാം. അപ്പൊ ചില ഇൻഡിവിജ്വൽസ് ആർ ബോൺ വിത്ത് ആംബിഗസ് ഓർ ഇന്റർസെക്സ് ബയോളജിക്കൽ ഫീച്ചേഴ്സ്, വിച്ച് മീൻസ് അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ ആ രണ്ട് കാറ്റഗറിയിലും ചിലപ്പോൾ അവരെ ക്ലിയർലി നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സർട്ടൻ കൾച്ചേഴ്സിൽ പീപ്പിൾ ആർ അലൗഡ് ടു മൂവ് ബിറ്റ്വീൻ ജെൻഡർ റോൾസ് ഓർ ഐഡന്റിഫൈ മോർ ദാൻ വൺ ജെൻഡർ. അപ്പോൾ ചില കൾച്ചേഴ്സിൽ എന്തോ അലോ ചെയ്യുന്നുണ്ട്, ഇതിൽ ഏത് ജെൻഡർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജെൻഡറിൽ കൂടുതൽ
അവർക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള ഇതൊക്കെ ചില കൾച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സെക്സും ജെൻഡറും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റിജിഡ് ആണെന്നോ അബ്സല്യൂട്ട് ആണെന്നോ പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ജെൻഡർ ആസ് എ കണ്ടിന്യൂം, ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ കണ്ടിന്യൂം rather than fixed category. That means ജെൻഡർ ഈസ് ഫ്ലൂയിഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. നമുക്കൊരിക്കലും ഓക്കെ ഫോർ എ ടൈം ബീങ് ഇപ്പൊ ഐ ഐഡന്റിഫൈ ആസ് എ ഫീമെയിൽ അത് ഫിക്സഡ് ആവണമെന്നില്ല. മേ ബി ആഫ്റ്റർ സം ടൈം ഐ മൈറ്റ് റിയലൈസ് ദാറ്റ് എനിക്ക് കൂടുതൽ ഇത് വരുന്നത് മെയിൽ ജെൻഡറുമായിട്ടാണ്, കൂടുതൽ എൻ്റെ ഒരു രീതികൾ വരുന്നത് മെയിൽ ജെൻഡറുമായിട്ടാണെന്ന് മേ ബി ഐ ക്യാൻ ഐഡന്റിഫൈ. അപ്പൊ അത് എപ്പോൾ വേണമെങ്കിലും മാറും, ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജെൻഡർ എക്സിസ്റ്റ് ചെയ്യുന്നത് there is a range or spectrum rather than only two categories. രണ്ട് കാറ്റഗറി മാത്രമല്ല, അതിനെ അപ്പുറത്തേക്കൊരു റേഞ്ച് ഓർ സ്പെക്ട്രം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസ് മേ ഐഡന്റിഫൈ വിത്ത് ഡിഫറെന്റ് ജെൻഡർ ഐഡന്റിറ്റീസ് ആൻഡ് എക്സ്പ്രഷൻസ് ബിയോണ്ട് മെയിൽ ഓർ ഫീമെയിൽ. മെയിൽ ഓർ ഫീമെയിൽ എന്ന അതിനപ്പുറത്തേക്ക് ഒരുപാട് ജെൻഡർ ഐഡന്റിറ്റീസും എക്സ്പ്രഷൻസുമായിട്ട് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ട്രഡീഷണൽ ഈ ബൈനറി തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഐദർ ദിസ് ഓർ ദാറ്റ്, ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള ആ ബൈനറി തിങ്കിങ്ങിനെ ചലഞ്ച് ചെയ്യുകയും ഇൻക്ലൂസീവ്നെസ്സിനെയും അക്സെപ്റ്റൻസിനെയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെൻഡർ. സെക്സ് influences the likelihood of behaving according to a gender role, but it does not guarantee. അതായത് ഇപ്പോൾ ഒരാള് മെയിൽ എന്ന് പറയുന്ന ഒരു സെക്സിലാണ് ജനിച്ചിട്ടുള്ളത്, അപ്പൊ അതിന് സൊസൈറ്റി അസൈൻ ചെയ്തിട്ടുള്ള കുറെ ജെൻഡർ റോൾസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ അത് ഒരാളുടെ രീതികളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതായത് മെയിൽ സെക്സിൽ ജനിച്ച ഒരാള് ഇപ്പൊ അവർ പറയാണ് മെയിൽ ആണെങ്കിൽ പാൻറ് ഇടണം, മെയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, മെയിൽ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു സെക്സിന് സൊസൈറ്റി പറഞ്ഞിട്ടുള്ള ബിഹേവിയർ തന്നെ ചൂസ് ചെയ്യണം എന്നില്ല. അതിന്റെ അർത്ഥം മീനിങ് ഓഫ് ജെൻഡർ എന്ന് പറയുന്നതാണ് അത് യൂണിവേഴ്സൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്റ്റേബിളും അല്ല. യൂണിവേഴ്സൽ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജെൻഡർ സെയിം ആണ്, ആകെ 2 ജെൻഡറുകളും നമുക്ക് പറയാൻ പറ്റില്ല. പല കൾച്ചറിലും പല ടൈം അനുസരിച്ച് മാറാം. ഇപ്പൊ ജെൻഡർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഒരു കൾച്ചറിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെക്സ്. ജെൻഡർ എന്ന് പറയുന്നത് പാർഷ്യലി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സെക്സ് എന്ന് പറയുന്നത് പ്യുവർലി ബയോളജിക്കൽ ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ കൾച്ചറും ചില ക്വാളിറ്റീസും ആക്ടിവിറ്റീസും ഐഡന്റിറ്റീസും ഒക്കെ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ സെക്സ്. ഈ അസൈൻഡ് മീനിങ്സ് എല്ലാം തന്നെ ഡീപ്ലി എംബഡഡ് ഇൻ അവർ സോഷ്യൽ ലൈഫാണ്, ഡീപ്ലി കണക്റ്റഡ് ടു അവർ സോഷ്യൽ ലൈഫാണ്. സൊസൈറ്റി പലപ്പോഴും ഈ ജെൻഡർ ബേസ്ഡ് മീനിങ്സിനെ നാച്ചുറൽ ആണ്, നോർമൽ ആണ്, അപ്രോപ്രിയേറ്റ് ആണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസ് എപ്പോഴും ഈ ജെൻഡർ മെസ്സേജസിനോട് കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആണ് ത്രൂ വേരിയസ് സോഷ്യൽ ഏജൻസീസ്. ഈ മെസ്സേജസ് എന്തിലൂടെയാണ് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നീ ഇന്ന ജെൻഡറിൽപ്പെട്ട ആളാണ്, നീ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഈ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഏജൻസീസിൽ ഒന്നാണ് ഫാമിലി, എഡ്യൂക്കേഷൻ, മീഡിയ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഈവൻ സ്കൂൾസ്. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ജെൻഡർ മെസ്സേജസിനൊക്കെ ഇന്റേണലൈസ് ചെയ്യും, അവർ ഈ മെസ്സേജസിനെ അവർ സ്വീകരിക്കും. അപ്പോൾ പീപ്പിൾ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് അവർ ഈ ജെൻഡർ റോൾസിനെ അഡോപ്റ്റ് ചെയ്യും, വിച്ച് ആർ അസൈൻഡ് ബൈ സൊസൈറ്റി. അങ്ങനെ ഈ സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ഡെഫിനറ്റ്ലി ഈ മസ്കുലിനിറ്റി, ഫെമിനിറ്റി തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജനറലി മെയിൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ഡെവലപ്പ് മസ്കുലിൻ ട്രേറ്റ്സ് അല്ലെ. ഇപ്പോൾ മെയിൽസ് ആണെങ്കിൽ അവർക്ക് ആ മസ്കുലിൻ ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫീമെയിൽസ് ആണെങ്കിൽ ഫെമിനിൻ ട്രേറ്റ്സ്. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് സോഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെയാണ്. ഈ പ്രോസസ്സ് ചൈൽഡ്ഹുഡ് മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ജെൻഡർ റോൾസും ഐഡന്റിറ്റീസും കണ്ടിന്യൂസ്ലി ഷേപ്ഡ് ആൻഡ് റീഷേപ്ഡ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. നെക്സ്റ്റ് ജെൻഡർ റോൾസ്. ഇപ്പൊ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞാൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് എക്സ്പെക്ടേഷൻസ് ആണ്, ബിഹേവിയർ, ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വിച്ച് ഈസ് കൺസിഡർഡ് അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. ഈ റോൾസ് നാച്ചുറൽ അല്ല, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റി ആൻഡ് കൾച്ചറാണ്. ഈ ജെൻഡർ റോൾസിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ജെൻഡർ റോൾസ് പല കൾച്ചറിലും സൊസൈറ്റീസിലും വേരി ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവാം. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ദ സെയിം എവരിവെയർ. എല്ലാവരുടെയും അത് ഒരുപോലെ ആവണമെന്നില്ല. ഇത് ഷേപ്പ് ചെയ്യപ്പെടുന്നത് സോഷ്യലൈസേഷനിലൂടെയാണ്. ഇവിടെയാണ് ഇൻഡിവിജ്വൽസ് എന്ത് പഠിക്കുന്നത്? ബിഹേവിയർ പഠിക്കുന്നത് ഫ്രം ഫാമിലി, സ്കൂൾ ആൻഡ് സൊസൈറ്റി.
സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ, റിലീജിയൻ, മീഡിയ, ഇതെല്ലാം ഈ ഒരു ജെൻഡർ റോള് റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ ഒരു കീ റോള് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൺസ്ട്രക്റ്റഡ് ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ആണ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പ്സിനും ദേ ഹാവ് ദ എബിലിറ്റി ടു ചലഞ്ച് ആൻഡ് ചേഞ്ച് ദ ട്രഡീഷണൽ ജെൻഡർ റോൾസ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു എബിലിറ്റി ഉണ്ട് ഇതിനെ ചലഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇനി ജെൻഡർ റോൾ വേഴ്സസ് ജെൻഡർ ഐഡന്റിറ്റി. ഇപ്പൊ ജെൻഡർ റോൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസ് ഇമ്പോസ്ഡ് ബൈ ദി സൊസൈറ്റി ആണെങ്കിൽ, ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തന്നെ ഇന്റേണൽ സെൻസ് ഓഫ് സെൽഫ് ആണ്. വെദർ നമ്മൾ എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഓർ മേ ബി അനദർ ഐഡന്റിറ്റി. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പൊ ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ്, ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഫീൽ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ മാച്ച് ആവാം, ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസസും സോഷ്യൽ ഇൻഫ്ലുവൻസസും വെച്ചിട്ടിരിക്കും. ബേസിക്സ് ഓഫ് ജെൻഡർ റോൾസ് പറയുകയാണെങ്കിൽ സോഷ്യൽ എക്സ്പെക്ടേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിനെ കൾച്ചറൽ വാല്യൂസും ബിലീഫ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല സൊസൈറ്റീസിലും പല ഡിഫറെൻറ്റ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് റിഗാർഡിംഗ് ജെൻഡർ റോൾസ്. അടുത്തത് ജെൻഡർ റോൾ ഇൻ ഫാമിലി, റിലീജിയൻ ആൻഡ് കൾച്ചർ. ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആ ജെൻഡർ റോൾസ് ആദ്യമായിട്ട് പഠിക്കുന്ന പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ വുമൺ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബി കെയർ ഗീവേഴ്സ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ചൈൽഡ് കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് വർക്ക്. ആൻഡ് മെൻ അവരെങ്ങനെയാണ്, അവർ പ്രൊവൈഡേഴ്സ് ആണ്, ഡിസിഷൻ മേക്കേഴ്സ് ആണ്. അമ്മമാർക്കാണ് എപ്പോഴും കുട്ടികളെ നോക്കുക, ചൈൽഡ് കെയർ ചെയ്യുക, ഹൗസ് ഹോൾഡ് വർക്ക്, ഈ ഡ്യൂട്ടീസ് ഒക്കെ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പുറത്തു പോകുക, ജോലി ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക, റെസ്പോൺസിബിൾ ഫോർ ഏർണിംഗ് ഇൻകം. അപ്പോൾ ഈ റോൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് മുതൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഫ്യൂച്ചർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് കൾച്ചറാണ്. പല റിലീജിയസ് ബിലീഫ്സും കൾച്ചറൽ ട്രഡീഷൻസ് ഈ ജെൻഡർ റോൾസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ ഒരു മേജർ റോൾ തന്നെ വഹിക്കുന്നുണ്ട്. പല റിലീജിയൻസും സ്പെസിഫിക് ഡ്യൂട്ടീസും എക്സ്പെക്ടേഷൻസ് ഫോർ മെൻ ആൻഡ് വുമൺ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൾച്ചറൽ പ്രാക്ടീസസ്, റിച്വൽസ്, ഇതൊക്കെ ഈ റോൾസിനെ റീഇൻഫോഴ്സ് ചെയ്യുകയും അതിനെ നാച്ചുറൽ ആൻഡ് അക്സെപ്റ്റബിൾ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി വർക്ക് പ്ലേസ്, ഈ ജെൻഡർ റോൾസ് ഈ വർക്ക് പ്ലേസ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും റെസ്പോൺസിബിലിറ്റീസിനും ഒക്കെ ബാധിക്കുന്നുണ്ട്. വുമണിന് എപ്പോഴും സപ്പോർട്ടീവ് അല്ലെങ്കിൽ സബോർഡിനേറ്റീവ് ആയിട്ടുള്ള റോൾസ് കൊടുക്കാം, മെന്നിന് ലീഡർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് റോൾസ് കൊടുക്കാം. ഇത് പലപ്പോഴും ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് കരിയർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് സ്റ്റീരിയോ ടൈപ്സ്. ഇപ്പോൾ സൊസൈറ്റി പലപ്പോഴും വുമണിനെ ഇമോഷണൽ, കെയറിങ്, നർച്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. മെന്നിനെ അസോസിയേറ്റ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ് അവർ സ്ട്രോങ് ആണ്, അംബീഷ്യസ്, ടാസ്ക് ഓറിയന്റഡ്. ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് പലപ്പോഴും അവരുടെ എഡ്യൂക്കേഷനെയും കരിയർ ചോയ്സസിനെയും അതുപോലെ തന്നെ സോഷ്യൽ എക്സ്പെക്ടേഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ എന്തിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ലിമിറ്റ് ചെയ്യാനും ഇൻഇക്വാലിറ്റിയെ റീഇൻഫോഴ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റി ആൻഡ് പാട്രിയാർക്കി എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി അതെന്താണെന്ന് അറിയാലോ. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദ മാർജിനലൈസേഷൻ ഓഫ് വുമൺ ദാറ്റ് എക്സിറ്റ്സ് ഇൻ ദി അക്കാദമിക് ആൻഡ് സോഷ്യൽ ഫ്രെയിംവർക്സ്, അതിനെതിരെയുള്ളൊരു റിയാക്ഷൻ ആയിട്ട് വന്നത്. മുമ്പ് സോഷ്യൽ സയൻസ് പ്രധാനമായിട്ടും ഇതൊക്കെ ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് കാസ്റ്റ്, ക്ലാസ്, റേസ് ആൻഡ് റിലീജിയൻ ബേസ്ഡ് ആണ്. പക്ഷേ ഈ അൺഈക്വൽ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമണിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ മാത്രം പോരാ. അങ്ങനെയാണ് ജെൻഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് എൻ അനലിറ്റിക്കൽ കാറ്റഗറി, അതായത് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ടുള്ള ഒരു കാറ്റഗറി ടു അണ്ടർസ്റ്റാൻഡ് ദ അസിമെട്രി ആൻഡ് ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ സെക്സസ്. അപ്പോൾ ഇത് അവരെ എന്തിന് ഹെൽപ്പ് ചെയ്യാണ്, മെയിൽ ഫീമെയിൽ റിലേഷൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വിത്തിൻ എ സൊസൈറ്റി. അപ്പോൾ ജെൻഡർ അനാലിസിസ് ഈ റിലേഷൻസിനെ കുറിച്ച് പഠിക്കുകയും ബ്രോഡർ സിസ്റ്റംസ് ഓഫ് പവറുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ എന്ന് പറയുന്നത് പല പഠനങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വുമൻസ് ലൈഫ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. സോ ജെൻഡറിനെ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഭാഗമാണ് and it has remained a complex issue. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ അനലിറ്റിക്കൽ കാറ്റഗറി, പക്ഷെ ഇപ്പോഴും അത് പല രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജെൻഡർ ആൻഡ് ഇൻഇക്വാലിറ്റി തമ്മിൽ എന്തായാലും ദർ ഇസ് എ കണക്ഷൻ ഓർ അസോസിയേഷൻ ബിറ്റ്വീൻ ദം. അത് മോഡേൺ സ്റ്റഡീസിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ജെൻഡറിനെ ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അത് ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള പാട്രിയാർക്കിക്കും അപ്പുറത്തേക്കുള്ളൊരു വിശകലനമാണ് ജെൻഡർ എന്ന് പറയുന്നത്.
ഇനി ദ കോൺസെപ്റ്റ് ഓഫ് പാട്രിയാർക്കി. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷാധിപത്യം എന്നുള്ളതാണ് ആ വാക്കിന്റെ മലയാളം മീനിങ്. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് റെഫർ ചെയ്യുന്നത് ടു എ സിസ്റ്റം ഓഫ് മെയിൽ ഡൊമിനേഷൻ, പുരുഷാധിപത്യം. അവിടെ മെൻ ഹോൾഡ് മോർ പവർ ഓവർ വുമൺ, സ്ത്രീയേക്കാൾ അധികമായിട്ട് പുരുഷനാണ് അവിടെ ഒരു അധികാരമുള്ളത്. അതുപോലെ തന്നെ it involves the acceptance and the internalization of this domination by women themselves. അതിന് പുറമെ, അതായത് ഇങ്ങനെ ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട്, പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഇന്റേണലൈസ് ചെയ്ത് അതാണ് ശരി എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന പല സ്ത്രീകളെയും നമുക്ക് കാണാം. ന്യൂജൻ ടേംസിൽ പറയുകയാണെങ്കിൽ ദ ബ്രെയിൻ വാഷ്ഡ് വുമൺ, അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതങ്ങനെയാണ്, കുറെ കാലമായിട്ടുള്ള രീതി അങ്ങനെയാണ്, അത് ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇപ്പൊ പാട്രിയാർക്കി എന്ന് പറയുന്നത് പുരുഷന്മാർ മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് ഇൻ വിച്ച് മെൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്രസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് ഡോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരാൾക്ക് മേലെ അധികാരം കാണിക്കുന്നുണ്ട്, ഒപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ അടിച്ചമർത്തുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ വുമൺ പലപ്പോഴും സോഷ്യലൈസ്ഡ് ആണ്, അതായത് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോമിനേഷനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, like family is considered as a social institution and home, they play a major role in maintaining women's oppression. ഈ ഒരു സ്ത്രീകൾ ഈ അനുഭവിക്കുന്ന ഈ ഒപ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹോം, ഫാമിലി അവരെല്ലാം ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. സൊസൈറ്റി എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ റോൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ വിസിബിൾ ആണ്. ഈ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആർ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കിയൽ ഓർഡർ. ഇപ്പോൾ ഡിഫറൻസസ് റിലേറ്റഡ് ടു ലാംഗ്വേജ്, റേസ് ആൻഡ് കൾച്ചർ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഈക്വൽ ലെവലിലാണെങ്കിൽ, ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആർ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കിയൽ ഓർഡർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ലാംഗ്വേജ്, റേസ് ആൻഡ് കൾച്ചർ, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ലാംഗ്വേജ് മറ്റൊരു ലാംഗ്വേജിനെ പവർ ചെയ്യുന്നില്ല. അവർക്കൊരു ഈക്വലി എല്ലാ ലാംഗ്വേജും ഈക്വൽ ആണ്, റെസ്പെക്റ്റഡ് ആണ്, ഈവൻ ദോ ദർ ആർ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് റേസസ് ആൻഡ് വേരിയസ് കൾച്ചേഴ്സ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാം. പക്ഷെ ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ കാര്യത്തിൽ ആ ഹൈറാർക്കി എന്ന് പറയുന്നത് വിസിബിൾ ആണ്. men are considered superior and women are considered inferior എന്നുള്ളതാണ്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സെക്സ് ആൻഡ് ജെൻഡർ ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ഓറിജിൻ, പക്ഷെ അവരുടെ റോൾസ് എന്ന് പറയുന്നത് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊസൈറ്റി. ഇൻഡിവിജ്വൽസിന് എന്ത് വേണം, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്യാപ്പബിലിറ്റീസ് വേണം ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി ഇൻ എ സൊസൈറ്റി. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ്. അതൊരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആളുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഇക്വാലിറ്റി വരുന്നത് എപ്പോഴാണ്, ഫിസിക്കൽ സ്ട്രെങ്ത്തിനാണ് കൂടുതൽ വാല്യൂ, മെൻ്റൽ എബിലിറ്റീസ് എല്ലാം അല്ലെങ്കിൽ മറ്റ് എബിലിറ്റീസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീപ്പിളിനെ നമ്മൾ കാറ്റഗറൈസ്, ഒരാൾ സ്ട്രോങ് ആണ്, ഒരാൾ വീക്കാണ്, ഒരാൾ കോമ്പീറ്റൻ്റ് ആണ് അല്ലെങ്കിൽ ഇൻകോമ്പീറ്റൻ്റ് ആണ്, ലീഡേഴ്സ് ആണ്, ഫോളോവേഴ്സ് ആണ്, ഇതൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് മെയിനായിട്ടും ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ എബിലിറ്റിയെ മാത്രം വെച്ച് കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി വരികയും അത് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനും അവരുടെ സ്കിൽ ഗ്രോത്തിനും ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് മാറുകയും വരികയാണ്. ഇനി അപ്രോച്ചസ് ടു ജെൻഡർ ഇൻഇക്വാലിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന അപ്രോച്ചസ് ആണ് ജെൻഡർ ഇൻഇക്വാലിറ്റിക്ക് ഉള്ളത്. ഒന്ന് ജെൻഡർ റോൾ അപ്രോച്ചും രണ്ടാമത്തത് ജെൻഡർ സ്ട്രക്ചർ അപ്രോച്ചും. ജെൻഡർ റോൾ അപ്രോച്ച് ഈ ലേൺഡ് ബിഹേവിയേഴ്സ് ത്രൂ സോഷ്യലൈസേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യലൈസേഷനിലൂടെ നമ്മൾ പഠിക്കുന്ന ലേൺഡ് ബിഹേവിയേഴ്സ് അതിൽ വരുന്നതാണ് ഇൻഡിപെൻഡൻസ്, ഡിപെൻഡൻസ് ആൻഡ് വേസ് ഓഫ് റിയാക്ടിങ്. ഓക്കെ, ഇനി ജെൻഡർ സ്ട്രക്ചർ അപ്രോച്ചിൽ എന്തെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, ലൈക്ക് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെന്നെയും വുമണിനെയും ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഈ അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്. അതായത് ജെൻഡറിനെ കുറിച്ച് ഇൻഇക്വാലിറ്റി അപ്രോച്ച് ചെയ്യാനുള്ള അപ്രോച്ച് ചെയ്യുന്ന രണ്ട് മെയിൻ ടൈപ്പാണ് ഈ പറയുന്നത്. ഈ അപ്രോച്ച്
എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് കോസസ്, ഇഫക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ ഒരു ഒറിജിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഫ്രം വുമൻസ് റോൾ ഇൻ ചൈൽഡ് ബെയറിംഗ്. അതായത് ഒരു കുട്ടിയെ ചുമക്കുക, ആ കുട്ടിയെ പ്രസവിക്കുക, അതിൽ നിന്ന് തന്നെ ആ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി വന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയെ ചുമക്കുക, പ്രസവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ലേബർ ഡിവിഷൻ വരുന്നുണ്ട് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ഈ ഡിവിഷൻ ഏർലി സൊസൈറ്റീസിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജെൻഡർ ആൻഡ് പാട്രിയാർക്കി നോക്കുകയാണെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുന്ന മെയിൽ ഡോമിനേഷൻ ആണ്, ആ ഒരു ഇതിന് ഫീമെയിൽ അക്സെപ്റ്റൻസും ഉണ്ട്. ഒരു സിസ്റ്റമാണ് പാട്രിയാർക്കി. ഇവിടെ മെൻ ഡോമിനേറ്റ്, ഒപ്രസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് വുമൺ ആണ്. പ്രസന്റ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് എന്താണ്, പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രൊഡക്ട്സ് ആണ്. മെന്നിനെ പാട്രിയാർക്കൽ മസ്കുലിനിറ്റിയിലേക്കും വുമണിനെ പാട്രിയാർക്കൽ ഫെമിനിറ്റിയിലേക്കുമാണ് കൊണ്ടുവന്നത്. അതായത് ഈ പാട്രിയാർക്കൽ ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുലസ്ത്രീ. പലപ്പോഴും കുലസ്ത്രീ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പാട്രിയാർക്കൽ സിസ്റ്റം കുറച്ച് റോൾസ് അസൈൻ ചെയ്തിട്ടുണ്ട്, അത് സ്ത്രീകൾ അങ്ങനെ തന്നെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്ന ജോലിയാണ് ആർക്ക്, കുലസ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് അവരെ പാട്രിയാർക്കൽ ഫെമിനിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സെക്സ് റോൾ ഡിഫറൻസിയേഷൻ മെയിൽ പവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഇക്വാലിറ്റി ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഡിഫറെന്റ് മോറൽ, ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ട്രേറ്റ്സ് ഒക്കെ മെന്നിനും വുമണിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്. ഇത് മെയിൽ ഡോമിനൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജെൻഡർ റോൾസ് അണ്ടർ പാട്രിയാർക്കി ഭയങ്കര റിജിഡ് ആണ്, റിപ്രസീവ് ആണ്, റെസ്ട്രിക്റ്റീവ് ആണ്. ഇവിടെ റോൾസ് ലിമിറ്റ് ചെയ്യുന്നത് രണ്ടുപേരുടെയും ഡെവലപ്മെന്റിനെയാണ്, പക്ഷെ അത് കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ വുമണിനാണ് ഇവിടെ കൂടുതൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഹാം ഈ ഒരു സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പാട്രിയാർക്കി ഒരു ടൂൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ക്രിയേറ്റ് ആൻഡ് റീഇൻഫോഴ്സ് ഇൻഇക്വാലിറ്റി. സോ ഇതോടുകൂടി ചാപ്റ്റർ 2 ഇവിടെ അവസാനിക്കുകയാണ്. ചാപ്റ്റർ 3 and the rest of the unit will be continued in another video. Thank you.